നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി മലയാളിയുടെ 108 കോടി രൂപ മരുമകൻ തട്ടിയെടുത്ത സംഭവത്തിൽ അടിയന്തര അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. തട്ടിപ്പിനിരയായ ആൾ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയെ തുടർന്ന് അന്വേഷണ ചുമതല DIGക്ക് കൈമാറിയിട്ടുണ്ട്. ആലുവ സ്വദേശിയും ദുബായിൽ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഉടമയുമായ ലാഹിർ ഹസനാണ് തനിക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ സമീപിച്ചത്. തുടർന്നാണ് എറണാകുളം റേഞ്ച് DIGയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്താൻ നിർദ്ദേശം ഉണ്ടായിരിക്കുന്നത്. മരുമകനായ കാസർഗോഡ് സ്വദേശി മുഹമ്മദ് ഹാഫിസ് തന്നെയും കുടുംബത്തെയും ചതിച്ചെന്നും മഹാരാഷ്ട്ര മന്ത്രിയുടെ കമ്പനിയുടേത് ഉൾപ്പെടെ വ്യാജരേഖകൾ ഉണ്ടാക്കി 108 കോടി തട്ടിയെടുത്തു എന്നും ചൂണ്ടിക്കാട്ടി എറണാകുളം ആലുവ പോലീസ് സ്റ്റേഷനിൽ ലാഹിർ ഹസൻ പരാതി നൽകിയിരുന്നു. തുടർന്ന് മരുമകൻ മുഹമ്മദ് ഹാഫിസ്, എറണാകുളം സ്വദേശി അക്ഷയ് തുടങ്ങി 4 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ആലുവ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തുവെങ്കിലും പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കാനോ വ്യാജ ഡോക്യുമെന്റുകൾ നിർമ്മിച്ച സീലുകൾ പിടിച്ചെടുക്കുവാനോ പോലീസ് തയ്യാറായിരുന്നില്ല. മുഹമ്മദ് ഹാഫിസിന്റെ കൈവശമുള്ള ലാഹിർ ഹസന്റെ മകന്റെ ഭാര്യയുടെ പേരിലുള്ള 1.5 കോടി രൂപയുടെ വാഹനം കണ്ടെത്താൻ പോലും പോലീസിനായിട്ടില്ല. മാത്രമല്ല, വിസ പുതുക്കൽ എന്ന പേരിൽ പ്രതിയെ ദുബായിൽ എത്തിക്കാൻ ഇപ്പോൾ അണിയറയിൽ ശ്രമം നടക്കുന്നതായും ലാഹിർ ഹസൻ പറഞ്ഞിട്ടുണ്ട്. ഇതു സംബന്ധിച്ച് ഹൈക്കോടതിയിൽ പ്രതി നൽകിയ ഹർജിയിൽ പ്രോസിക്യൂഷൻ ശക്തമായ ഇടപെടൽ നടത്തുന്നില്ല എന്നും അദ്ദേഹം ആരോപിച്ചു. പ്രതികൾ ഹൈക്കോടതിയിൽ നൽകിയ ജാമ്യാപേക്ഷയിൽ അന്തിമ തീരുമാനമെടുക്കുന്നത് 16 തവണയാണ് ഹൈക്കോടതി മാറ്റിവച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയും കാരണമായിട്ടുണ്ടെങ്കിൽ അതും അന്വേഷിക്കണമെന്നതാണ് ലാഹിർ ഹസന്റെ ആവശ്യം. അന്തരിച്ച മുൻ IPS ഓഫീസർ PK മുഹമ്മദ് ഹസന്റെ മകനാണ് നീതി തേടി മുഖ്യമന്ത്രിയെ സമീപിച്ചിരിക്കുന്നത്. 42 വർഷമായി ദുബായിൽ ബിസിനസ് ചെയ്യുന്ന ലാഹിർ ഹസന്റെ 3 മക്കളിൽ ഇളയ മകളെയാണ് കാസർഗോഡ് സ്വദേശി കുതിരോളി മന്നത്ത് മുഹമ്മദ് ഹാഫിസിന് വിവാഹം ചെയ്തു നൽകിയത്. പിന്നീട് ഹാഫിസ് പല പദ്ധതികളും മറ്റും പറഞ്ഞ് 4 വർഷത്തിനുള്ളിൽ 108 കോടി രൂപ ഭാര്യ പിതാവിൽ നിന്നും തട്ടിയെടുത്തതായാണ് കേസ്. INRA അക്കൗണ്ട് വഴി നൽകിയ മുഴുവൻ പണമിടപാടിന്റെയും രേഖകൾ ഇതിനകം തന്നെ അന്വേഷണ സംഘത്തിന് മുന്നിൽ പരാതിക്കാരൻ നൽകിയിട്ടുമുണ്ട്. തട്ടിപ്പ് ഏറെ വൈകിയാണ് തനിക്ക് മനസ്സിലായതെന്നും തുടർന്ന് പണം എവിടെ പോയെന്ന് ചോദിച്ചപ്പോൾ തന്നെയും മകൾ ഹാജറയെയും ഹാഫിസ് സമ്മർദ്ദത്തിലാക്കുകയാണ് ചെയ്തതെന്നുമാണ് ലാഹിർ ഹസൻ അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത്. FIR രജിസ്റ്റർ ചെയ്ത വിവരം ഗോവയിലുണ്ടായിരുന്ന മുഹമ്മദ് ഹാഫിസിനെ അറിയിച്ച് ട്രാൻസിറ്റ് ബെയിലിനുള്ള അവസരം ഉണ്ടാക്കിയതും അന്വേഷണ സംഘമാണെന്നാണ് ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. ഇക്കാര്യം മനസ്സിലാക്കിയ ലാഹിർ ഹസൻ ADGPക്ക് പരാതി നൽകുകയും തുടർന്ന് അന്വേഷണം ആലുവ DYSPയിൽ നിന്നും മാറ്റി ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറുകയുമാണ് ചെയ്തത്. എന്നാൽ ഈ അന്വേഷണവും മന്ദഗതിയിലാണ്. ഇതിന് പ്രധാന കാരണം പ്രതികൾക്കുള്ള ഉന്നത സ്വാധീനമാണെന്നാണ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ ലാഹിർ ഹസൻ ആരോപിച്ചിരിക്കുന്നത്. ഇതേ തുടർന്നാണ് DIGക്ക് ഇപ്പോൾ അന്വേഷണ ചുമതല കൈമാറിയിരിക്കുന്നത്. ലാഹിർ ഹസന്റെ മകന്റെ ഭാര്യയുടെ പേരിലുള്ള 1.5 കോടി വില വരുന്ന റേഞ്ച് റോവർ വാഹനം ഇപ്പോഴും പ്രതികളാണ് ഉപയോഗിക്കുന്നത്. 5 വർഷം മുൻപായിരുന്നു കാസർഗോഡ് സ്വദേശിയായ മുഹമ്മദ് ഹാഫിസുമായി പ്രവാസി മലയാളി അബ്ദുല്ലാസർ ഹസന്റെ മകൾ ഹാജറയുടെ വിവാഹം. ഇതിനു പിന്നാലെയാണ് തട്ടിപ്പുകളുടെ ഘോഷയാത്ര നടന്നത്. തന്റെ കമ്പനിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് നടന്നു എന്ന് പറഞ്ഞ് പിഴയടയ്ക്കാൻ 4 കോടി രൂപ വാങ്ങിയതാണ് തട്ടിപ്പിന് തുടക്കമായത്. പിന്നീട് ഹാഫിസ് പല പദ്ധതികളും പറഞ്ഞ് 4 വർഷത്തിനുള്ളിൽ 108 കോടി രൂപ തട്ടിയെടുക്കുകയായിരുന്നു. ഇതിന്റെ വിശദാംശങ്ങളെല്ലാം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ പ്രവാസി നൽകിയിട്ടുണ്ട്. ഹാഫിസുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്താൻ നിലവിൽ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഈ കുടുംബം. ഹാഫിസും അദ്ദേഹത്തിന്റെ മാതാപിതാക്കളും പാർട്ട്ണർമാരായ കമ്പനിയിലേക്കും ലാഹിർ ഹസനിൽ നിന്നും തട്ടിയെടുത്ത പണം എത്തിയതായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെയും പോലീസ് പ്രതി ചേർത്തിട്ടുണ്ട്. ബംഗളൂരുവിൽ ബ്രിഗേഡ് റോഡിൽ കെട്ടിടം വാങ്ങാൻ പണം വാങ്ങിയ ശേഷം വ്യാജരേഖകൾ നൽകിയായിരുന്നു രണ്ടാമത്തെ തട്ടിപ്പ്. രാജ്യാന്തര ഫുട്വെയർ ബ്രാൻഡിന്റെ ഷോറൂം തുടങ്ങാനും കിഡ്സ് വെയർ ശൃംഖലയുടെ പേരിലും 100 കോടിയിലേറെ രൂപ തട്ടിയെടുത്തു. ബോളിവുഡ് താരം സോനം കപൂറിന് എന്ന പേരിൽ തട്ടിയെടുത്തത് 35 ലക്ഷം രൂപ. വിവാഹത്തിന് ഹാജരയ്ക്ക് ലഭിച്ച 1000 പവൻ സ്വർണവും വജ്രാഭരണങ്ങളും 1.5 കോടി രൂപയുടെ കാറും കോടികളുടെ കെട്ടിടങ്ങളും ഇതിനിടയിൽ തട്ടിയെടുത്തു. വിവിധ ജില്ലകളിൽ മുഹമ്മദ് ഹാഫിസ് വേറെയും തട്ടിപ്പുകൾ നടത്തിയതായി ആലുവ പോലീസിന്റെ അന്വേഷണത്തിലും കണ്ടെത്തിയിരുന്നു. ഹാഫിസും അദ്ദേഹത്തിന്റെ മാതാപിതാക്കളും പാർട്ട്ണർമാരായ കമ്പനിയിലേക്കും ലാഹിർ ഹസനിൽ നിന്നും തട്ടിയെടുത്ത പണം എത്തിയതായി കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ പേരിൽ പോലീസ് അവരുടെ പേരിലും പ്രതി ചേർത്തിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.